തിക്നെസ് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തു, ഒത്തിരി വേണ്ട. അതിനുശേഷം എഡ്ജസ് എടുത്ത് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എന്തായി ആ ഒരു ഫില്ല് ചെയ്തിട്ട് ഓക്കെ. സൂം ആവും. കസേരയുടെ ഏകദേശം രൂപമായിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ഞാൻ 3 ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കും. ഒരു എന്നാലും കുഴപ്പമില്ലാത്ത സാധനം. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആക്കണം. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ തിക്നെസ്, അതായത് ഈ സൈഡിലെ സ്ലീവിലെ പൊള്ളയാണ് തള്ളി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്തോ റേഞ്ചിന്റെ കൃത്യ സമയത്ത് ഉള്ളിലേക്ക് പോയായിരുന്നു ഫേസ്. ഉള്ളിൽ നിന്നിട്ട് വെച്ചതേ ഉള്ളൂ. ഇത്രയും നമ്മൾ അവിടുത്തെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു എഡ്ജസ് വേണം. ഓക്കെ, ഇവിടെ ഒരു എല്ലാത്തിനകത്തും തുല്യമായിട്ടൊരു എഡ്ജസ് വേണം. അതിനുവേണ്ടി സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂവിലേക്ക് പോയി ഇൻസേർട്ട് എഡ്ജ് കൂടെ ഉപയോഗിച്ചിട്ട് ആ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തു. സൈഡിൽ പോയിട്ട് അവിടെ ചെയ്തു. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഏകദേശം അവിടെ തന്നെ കാലിലും ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഒരു കട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, എന്തിനാ ഈ ഒരു ഫേസ് മോഡ് എടുക്കുക, എക്സ്ട്രൂഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ആരോ മാർക്ക് വെച്ചിട്ട് ചെയ്ത്. ഇതിപ്പം ജസ്റ്റ് ആരോ മാർക്ക് ചെയ്യണമെന്നില്ല. വെർട്ടെക്സ് എടുക്കുക, ജസ്റ്റ് ഡബ്ല്യു പ്രസ് ചെയ്യുക, ബി പ്രസ് ചെയ്ത് സ്നാപ്പ് ചെയ്യുക.
അതിനുശേഷം എന്ത് ചെയ്യണം? മെർജ് കൊടുക്കണം. ഏറ്റവും ഇഷ്ടം തൂവുക, മെഷീനെ തരിക. സോറി, ഏറ്റവും മെർജ് എന്ന ഓപ്ഷൻ ഉണ്ട്. ശരി, ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യണം? ഈ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ ഫേസ് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം എഡ്ജസ് എടുക്കുക. 3 ഫേസ് എഡ്ജസ് എടുത്തിട്ട് ജസ്റ്റ് കൊടുക്കുക. ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ജസ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് വെർട്ടെക്സിന്റെ പോയിന്റ് എടുക്കുക. എന്ത് ചെയ്യാം? വി പ്രസ് ചെയ്തുകൊണ്ട് സ്നാപ്പ് ചെയ്യുക. വി പ്രസ് ചെയ്തുകൊണ്ട് സ്നാപ്പ് ചെയ്യുക. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? വെർട്ടെക്സ് മോഡിലേക്ക് പോയിട്ട് ഡ്രാഗ് ചെയ്യുക, മെഷീനകത്ത് വരിക. ഓക്കെ. അപ്പൊ ഇവിടെ ആ തട്ട് നമുക്കിവിടെ ഫീൽ ആയിട്ടുണ്ട്, കാണാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് തട്ട് കാണത്തില്ലേ? അത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് എന്താ ഇവിടെ നമുക്ക് പിന്നെ ബ്രിഡ്ജ് കൊടുക്കാൻ പറ്റാത്തല്ല? ഓക്കെ, ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ബ്രിഡ്ജ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ മേലത്തെ വശത്തോടെ ചെന്ന് മുട്ടില്ല, 2 ഫേസിനെ ബ്രിഡ്ജ്. ഉദാഹരണം, ഈ ഫേസിനെ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ജസ്റ്റ് എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇത് ഫുള്ളായിട്ടാണ് ഒറ്റയായിട്ടാണ്. ഇവിടെ ഞാൻ ബ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് അടയുമെന്നല്ലാതെ അവിടെ എന്തെങ്കിലും മൂവ് നടക്കും. അതുകൊണ്ടാണ് അവിടെ ബ്രിഡ്ജ് കൊടുക്കാത്തത്. അതിനുശേഷം ജസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഈ 3 എഡ്ജസ് എക്സ്ട്രൂഡ് കൊടുത്തു. ഡബ്ല്യു ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം? വെച്ചു മോഡെടുത്തു, ഈ പ്രസ് ചെയ്ത് സ്നാപ്പ് ചെയ്ത് ബി പ്രസ് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ, അതായത് അടിയിലേക്ക് ഈ എഡ്ജിലേക്ക് കൊടുത്തു. അതിനുശേഷം ഈ എഡ്ജിനെ ഈ എഡ്ജുമായിട്ട് കൊടുത്തു, ഈ എഡ്ജിനെ ഈ എഡ്ജുമായിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ വെർട്ടെക്സിനെ നമ്മളവിടെ മെർജ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. മോഡെടുത്തു, ഏറ്റവും ഇഷ്ടമായിട്ട് പോവുക. ഓക്കെ, 2 രീതിക്ക് കാണിച്ചു. ഓരോന്നെടുത്ത് ചെയ്ത് കാണിക്കും. കഴിഞ്ഞിട്ട് എഡ്ജസിനെ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്നത് കാണിച്ചു. ഓക്കെ. ഇതുപോലെ തന്നെ ഈ ഫേസിൽ ഞാൻ എടുത്തു, ഒന്ന് എക്സ്ട്രൂഡ് കൊടുത്തു, ഡബിൾ പ്രസ് ചെയ്തു. അതിനുശേഷം ഫേസിങ് ഡിലീറ്റ് ചെയ്ത് കളയുക. റിഫ്ലെക്സ് എടുക്കുക, വി പ്രസ് ചെയ്തുകൊണ്ട് സ്നാപ്പ് ചെയ്യുക. ഇവിടെ